ഗൈസ്, അപ്പോൾ പിന്നെ ഫിഷിൻ്റെ ടാട്ടൻ്റെ പിറന്നാളാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫിഷ് എന്ത് ചെയ്തു, ഒരു എന്താ വാങ്ങിയത് പറഞ്ഞത്? അല്ല, ഇത് ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് പിന്നെ ടാട്ടന് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ടാട്ടന് എന്താണ് ഗിഫ്റ്റ് എന്നൊന്നും കറക്റ്റ് അറിയോ? എന്താ ഗിഫ്റ്റ് എന്ന് ടാട്ടന് അറിയോ? ടാട്ടന് ഗിഫ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ ഇപ്പം കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ടാട്ടന് കൊടുക്കാനുള്ള കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് വെച്ചിരിക്കുന്ന സാധനം വെച്ചതെന്ന് അറിയാം. നമ്മൾ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അലമാരിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ് ചാവി. ഈ ചാവി ഇത് മാമൻ്റെ വണ്ടിൻ്റെ ചാവിയാണ്. ഈ വണ്ടിൻ്റെ ചാവിയിൽ പിന്നെ ഈ ഒരു പൂട്ടിലാണ് ഇത് പിന്നെ ഒളിപ്പിച്ച് ചെയ്യുന്നത്. ഈ പൂട്ടിലല്ലേ സാധനം ഉള്ളത്. അപ്പോൾ ഈ പൂട്ടിൽ വേറെ പൂട്ടുണ്ടോ? ഈ ഇതിൽ തുറന്നാൽ സാധനം കിട്ടുമോ? വേറെ എടുക്കണം. അപ്പം ഇത് ചാവി മാമനത് തരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങളത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ പോവാണ്. എവിടെയായിരിക്കും ലൈറ്റ്? അപ്പോൾ ഗൈസ്, ഞങ്ങൾ അലമാരിലാണ് സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ അലമാരിയിൽ ഞങ്ങൾ സാധനം പുറത്തേക്ക് എടുക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് കറക്റ്റ് ഞങ്ങൾക്കറിയാം, പക്ഷേ ടാട്ടനറിയില്ല. തുറക്കണോ? തുറന്നുതരാം. ആ കുപ്പിയിലായിരിക്കും സാധനം ഉണ്ടാകുക. ആ കുപ്പിയിലുള്ള സാധനമാണ് തോന്നുന്നത്. അല്ല, ഇതെന്താ സാധനം? എന്താ എടുത്തേ? താക്കോലെടുത്തത്. അപ്പോൾ ഇത് വേറെ പെട്ടിയുണ്ടോ? അവിടെ വേറെ പെട്ടിയില്ല വെച്ചതിന്. ഇനി അവരെ വിളിക്കണ്ട, ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടേ. അറിയണ്ട. അമ്മമ്മേനെ പറഞ്ഞോ. അമ്മമ്മേനെ വിളിച്ചില്ലേ? കാണിക്കൂടെ ഇതെടുത്തു. അടിക്കത്തെ പെട്ടില്ലല്ലേ? അപ്പോൾ അടിക്കത്തെ പെട്ടിയിലാണ് തോന്നുന്നത് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതല്ല, അടിയത്തെ പെട്ടിയിലല്ലോ, മുകളിലല്ലല്ലോ. അടിയത്തെ പെട്ടിലാണ് ഞങ്ങൾ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത് എടുത്തിരിക്കുകയാണ്. ഇതാണ് സാധനം. അപ്പം ഇത് പിന്നെ ടേട്ടനെ കൊടുക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് അതേപോലെ എടുത്തു, അതേപോലെ കൊണ്ടുവരും. ഇനി അങ്ങോട്ട് വിളിച്ചോ, ടാറ്റനെ വിളിച്ചോ. കയറി വരാൻ പറ. ടാട്ടന് അല്ല, സാധനം കൊടുക്ക്. വായിച്ചു നോക്ക്, അത് വായിച്ചു നോക്ക്. ഇവിടെ വന്ന് വായിക്ക്, മുറുക്ക് വായിക്ക്. ഒക്ടോബർ 22. എനിക്ക് നിന്നോട് സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഐ ലവ് യു. താങ്ക് യു അഭിനയ. ഒപ്പ്. വായിച്ചു നോക്കിയോ? അപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്? ഇനിയും കൊടുക്ക് സാധനം. ഇതാണ് വാങ്ങിയേ? പൊട്ടിച്ച് നോക്കട്ടെ. മെല്ലെ എടുക്ക്. നോക്കട്ടെ. വാച്ചാണ് വാങ്ങി കൊടുത്തേ.
നീ വാങ്ങിയതാ? നിന്റെ പൈസക്ക് വാങ്ങിയതാ? ആ ആ അത് മെല്ലെ എടുക്ക്. നോക്ക്, നീ ഇട്ട് നോക്ക്, കയ്യിൽ വെച്ച് നോക്ക്. മുഖം നോക്കട്ടെ. ടാട്ടൻ വാങ്ങി, ഫിഷ് ടാട്ടന് വാങ്ങി കൊടുത്താണ് കേട്ടോ. അത് കത്ത് പൊടിച്ചിട്ട് പോയത്. ഫിഷ് ടാട്ടന് വാങ്ങിയതാണ്. നോക്കട്ടെ നോക്കട്ടെ. ആ അടിപൊളിയായല്ലോ. അടിപൊളിയായല്ലോ. ഇതെന്താ? അതിലൊരു കത്ത്, അതിലൊരു കത്ത് കൂടി. അതെന്താ അത്? അതെന്താ ഒരു കത്ത്? അതെന്താ കത്ത്? ദൈവമേ, അതിനകത്തൊരു കത്ത് കൂടി. അത് നോക്ക്, ടാട്ടർ കൊടുക്ക്, ടാട്ടർ വായിച്ചോട്ടെ. അതെന്താ? ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനുജത്തി വാങ്ങി തന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സ്നേഹത്തോടെ ഞാൻ അത് സ്വീകരിക്കുന്നു. അതിന് പകരമായി ഞാനും നിനക്ക് ഒരു വാച്ച് വാങ്ങി വച്ചിട്ടുണ്ട്. ഇതേ പെട്ടിയിൽ. സന്തോഷമായില്ലേ? സ്നേഹത്തോടെ ഏട്ടൻ അക്ഷയ്. അപ്പൊ ഇതിനുള്ളിൽ ഇന്നുണ്ടെന്നോ? ഇത് എന്താ? അത് ഏട്ടൻ വാങ്ങിയാന്ന് കണ്ടോ? അടുക്കെ ഏട്ടന് വാച്ച് വാങ്ങി കൊടുത്തപ്പോ ഏട്ടന് അത് അതേപോലെ വാച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്നെക്കാളിലും മുന്നിൽ ഏട്ടൻ എറിഞ്ഞോ? ആ അപ്പൊ ഏട്ടൻ്റെ ഇതൊന്ന് ആലോചിക്കേ. അടിപൊളി, താങ്ക്സ്. അപ്പൊ ഇനി ബർത്ത്ഡേ എപ്പോഴാ? അല്ല, ആഘോഷം എപ്പോഴാ? രാത്രി 12 മണിക്ക് ആഘോഷം. കേക്ക് മുറിക്കലൊക്കെ ഉണ്ടോ? എന്നാ വൈകുന്നേരം കാണാന്ന് പറ. ശരി. ആകെ കൂടി ഒരു ഇതായില്ലേ? എന്താ സംഭവിച്ചെന്ന് പിടുത്തം കിട്ടുന്നല്ലോ. നീ അറിയുന്നതിന് മുമ്പ് ഏട്ടൻ അറിഞ്ഞോ? ഏട്ടന് അത്ര വലിയ ബുദ്ധിയുണ്ടോ? അപ്പൊ ടേട്ടനോട് നിനക്കുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ ടേട്ടന് നിന്നോട് സ്നേഹം ഉണ്ടല്ലോ. അതല്ല, ഇങ്ങനെ വാങ്ങിക്കരുന്ന് അറിഞ്ഞില്ലല്ലോ. അത് അത്ഭുതല്ലേ? എങ്ങോട്ട് വാച്ച് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ അത് നിനക്ക് ടേട്ടൻ വാങ്ങി തന്ന വാച്ചാണ്. ടേട്ടന് നിന്റെ മനസ്സറിയാം. അതുകൊണ്ട് നീ എന്ത് ചിന്തിക്കുന്നു അതിനപ്പുറത്ത് ചിന്തിക്കും. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചത് എനിക്ക് മാമൻ മാമൻ ഇത് കൊണ്ടുവന്ന് നേരെ പെട്ടി കൊണ്ട് വെക്കല്ലേ? ഇത് മാമൻ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചല്ലേ സാധനം. പിന്നെ എങ്ങനെയാ ഈ ലെറ്ററും ഈ സാധനവും ഒക്കെ കൂടെ ഇതിനകത്ത് വന്നത്? ഒരു സ്റ്റിക്ക് അടിച്ചു പോയ സാധനത്തില്. അത്രയും സംവിധാനം ചെയ്ത് വെച്ചോടുത്ത് ഇപ്പൊ ഈ പെട്ടിക്കുള്ളിൽ ബാ ഇപ്പൊ നീ ചിന്തിക്കുന്ന ആലോചിക്കേ. ചാവി എടുത്തില്ല. ചാവി എടുക്കുന്നത് എങ്ങനെയാ? ഈ സാധനം പൊട്ടിക്കാതെ വരുന്ന സാധനമല്ലേ ഇത്? പൊട്ടിച്ചിട്ടില്ലല്ലോ, ഇത് എടുത്തിട്ടില്ലല്ലോ. അതിനുള്ളിൽ ലെറ്ററും അതിൻ്റെ ഉള്ളിൽ വാച്ചും എങ്ങനെ വന്നു? ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നു. കാരണം ഞാൻ ആ സാധനം തന്ന് കൊടുത്തതിന് ശേഷം നീ ആ പെട്ടി വെച്ചതിന് ശേഷം പിന്നെ പെട്ടി അനക്കായിരുന്നോ?
ഏ അപ്പൊ ഇതെന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? ഇനി ലച്ചു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചാണോ? ആയിരിക്കൂലേ? എന്നാലും ഇപ്പൊ എങ്ങനെ മാമന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണിത്. ഇതൊക്കെ ഒരു ലെറ്റർ എഴുതി വെച്ച് വാച്ചും വാങ്ങി വെച്ചിരുന്നു ടാട്ടന്. അത് അത്ഭുതം എന്നല്ലാതെ എന്താ പറയുന്നത് ആലോചിക്ക്. മാമനെ ടാട്ടനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി, ടാട്ടനെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇത് വാങ്ങി വെച്ചു. അതാ ടാട്ടനെ അതിലും വലിയ അത്ഭുതപ്പെടുത്തി. എങ്ങനെയുണ്ട്? ഒരു പിടുത്തം കിട്ടുന്നില്ല. മാമൻ ഈ സാധനം ഒരു മിനിറ്റ്, മാമൻ ഈ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് നിന്നെ ഏൽപ്പിക്കുന്നു. ഈ സാധനം സ്റ്റിക്കർ പൊട്ടിയത് എപ്പോഴും പൊട്ടിച്ചിട്ടില്ല. സ്റ്റിക്കർ പൊട്ടിക്കാത്ത സാധനം വാങ്ങിക്കൊണ്ട് വരുന്നു. ഈ സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പെട്ടിയിൽ വെക്കുന്നു. പെട്ടിയിൽ വെച്ചതിന് ശേഷമല്ലേ മാമൻ പോലും അറിയുന്നത് നീ ലെറ്റർ എഴുതുന്ന കാര്യം. പെട്ടിയിൽ വെച്ച് പൂട്ടിയതിന് ശേഷമല്ലേ അറിയുന്നത്. അതിന് ശേഷം മാമനുണ്ട് ഇവിടെ, അമ്മമ്മ ഇവിടെ ഉണ്ട്. അമ്മമ്മ പോലും അറിയുന്ന സംഭവം അറിയുന്നില്ല. അമ്മമ്മ ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്. പിന്നെ എങ്ങനെ ഈ സാധനം വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ വന്നു? ഇത് പൊട്ടിക്കാത്ത പെട്ടിക്കുള്ളിൽ ലെറ്റർ വന്നു. പുതിയ പോലെ സാധനമുണ്ട്. കാരണം ഇവിടെ വെച്ച സാധനം ഈ വീട്ടിനുള്ളിൽ പിന്നെ വേറെ ആരും കയറുമോ പെട്ടിക്കുള്ളിൽ? പോട്ടെ, ഇനിയിപ്പോൾ വാച്ച് കൂട്ടിക്കോ. വാച്ച് ഓക്കെ ഇനി ആ വാച്ച് വാങ്ങിയ കൂട്ടത്തിൽ ഈ വാച്ചും കൂടെ വാങ്ങിന്ന് കൂട്ടിക്കോ. ഈ ലെറ്റർ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരിക? കാരണം ഇവിടെ പെട്ടിക്കുള്ളിൽ കൊണ്ട് വെച്ച സാധനം. അപ്പോഴും മാമൻ അറിയുന്നില്ല നീ ലെറ്റർ എഴുതുന്ന കാര്യം. അറിയോ? മാമൻ അറിയുന്നില്ലല്ലോ. അതിന് ശേഷമല്ലേ ഈ ലെറ്റർ നീ എഴുതുന്നത്. ഈ ലെറ്റർ അല്ല, നീ എഴുതിയ ലെറ്റർ എഴുതിയേ. അപ്പോൾ അതേപോലെ ലെറ്റർ പിന്നെ എനിക്ക് ഇങ്ങനെ വന്നു. ഇത് അത്ഭുതം എന്നല്ലാതെ എന്താ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റൂതാ? ഇതേപോലെ ലെറ്റർ അതിലെങ്ങനെ വന്നു? അല്ല അത് ഇതേതാ? അതേപോലെ ലെറ്റർ എങ്ങനെ ഇതിനകത്ത് വന്നു? അതാ എന്താണെന്ന് പോലും അവൻ അറിയത്ത് പോലും ഇല്ല. അതാണ് അവൻ എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ വരിക? വാച്ച് തന്നെ വരിക നിനക്ക് വേണ്ടി. അക്ഷയന് ഇത് ചെയ്യുന്നു. അവൻ്റെ കയ്യക്ഷരം നോക്കുക ശരിയായിട്ടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ കയ്യക്ഷരം വളരെ മോശമാണ്. അപ്പം ഇത് എങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു ഒരു പിടുത്തം എനിക്ക് കിട്ടും. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കും. അല്ല നീ വാച്ചാണ് വാങ്ങിയെന്ന് വരെ അവനെങ്ങനെ അറിഞ്ഞത്? അപ്പോൾ അത്ഭുതം എന്നല്ലാതെ എന്താ പറയുന്നത്? പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ വാച്ചാണെന്ന് കൂട്ടിക്കോ. ഈ സാധനം വാച്ച് വാങ്ങി. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഈ 2 വാച്ചും കൂടി വാങ്ങിച്ച് ഒരു പെട്ടി വെച്ചു. ഈ സാധനം പറന്നു വന്ന് കയറില്ലല്ലോ. കാരണം ഈ പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ച സാധനം കഴിഞ്ഞതിന് ശേഷമല്ലേ നീ ലെറ്റർ എഴുതിയത് അല്ലേ? ടേട്ട കണ്ടാലും ചാവി എങ്ങനെ കിട്ടും ടാറ്റയ്ക്ക്? 2 പെട്ടി വെച്ച് പൂട്ടിയ ചാവി ടാറ്റയ്ക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? മാമ വണ്ടിയെ പോണ ആള്, ഇവിടെ വന്ന് വെച്ചിട്ട് എടുത്തു വെക്കുന്ന ആള്, പിന്നെ എങ്ങനെ കിട്ടും? എന്തായാലും ടാട്ട വാങ്ങുന്ന വാച്ച് നോട്ടെ. എങ്ങനെയുണ്ട് വാച്ച്? ടോപ്പാ? ഇതിൽ സമയമൊക്കെ പോകണ്ട. ഇപ്പം സമയം ഓ ഇത് ഭയങ്കര അത്ഭുതമായിട്ട്. 7 മണിയാ? അപ്പോൾ വൈകുന്നേരത്തെ പിറന്നാളിന് ബാക്കി വീഡിയോ ഉണ്ടാവൂലേ? സന്തോഷമായോ? അടിപൊളിയായോ? தெரியல
ഞാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുക അങ്ങനെ പറ്റില്ല. അങ്ങനെ നിൽക്കുക കേട്ടോ